നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബോളിനെ കുറിച്ചാണ്. നമ്മൾ ഫുട്ബോൾ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതുമായ ബോളുകളുണ്ട്. 1000-1500 രൂപ മിനിമം റേഞ്ചുള്ള ഫുട്ബോളുകളുണ്ട്. ആ ബോളുകൾ ആകുമ്പോൾ നമുക്ക് ഉദ്ദേശപ്രകാരം വെയിറ്റും നമുക്ക് കളിക്കാനുള്ള സേഫ്റ്റി ഉണ്ടാവും. ബോൾ വില കുറയും തോറും ബോളിൻ്റെ തൊലിക്ക് സേഫ്റ്റി കുറയും. അതിൽ നമ്മൾ ഫുള്ള് എയർ അടിച്ചാൽ ആ ഹെയറിൻ്റെ കപ്പാസിറ്റി കൂടുമ്പോൾ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് ടർഫായാലും ശരി മഡായാലും ശരി, മഡിലാകുമ്പോൾ നമ്മൾ ഓവറായിട്ട് കുത്തി തെറിച്ച് പോകും. അടി കൊള്ളുന്ന ഭാഗം സ്റ്റിച്ചുകൾ പൊട്ടാനുള്ള ചാൻസുകൾ കൂടുതലുണ്ട്. ടർഫിലാകുമ്പോൾ നമ്മൾ വെള്ളമുള്ള ദിവസങ്ങൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അവിടെ ഓവറായി എയർ കൊടുക്കാണ്ട് മീഡിയം ലെവലിൽ എയർ കൊടുത്തിട്ട് കളിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് പൊട്ടാതെ കൂടുതൽ കളിക്കാൻ സാധിക്കും. പിന്നെ തൊലി ഉറഞ്ഞു പോണത് മഡിൽ കളിക്കുമ്പോഴാണ്. ഗ്രൗണ്ട് ചരലുള്ള മണ്ണാകുമ്പോൾ തൊലി ഉറയും. പിന്നെ ക്വാളിറ്റിക്കും അതിൽ വ്യത്യാസങ്ങളുണ്ട്. ബോളിന് ക്വാളിറ്റി കൂടുന്തോറും നമുക്ക് തൊലിക്ക് ഉറച്ചിൽ കുറയും. അതല്ല, തൊലി മോശമാകുമ്പോൾ ഒരു പുതിയ ബോൾ പഠിച്ചാൽ ഒരാഴ്ച കൊണ്ട് ബോളിൻ്റെ സമനില കഴിയും. അതാണ് ഇപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ പരമാവധി ക്വാളിറ്റി ഉള്ള ബോൾ മേടിച്ച് നിങ്ങൾ കളിക്കാൻ ശ്രദ്ധിക്കുക. ഹെയർ പരമാവധി മീഡിയം ലെവലിൽ അടിക്കുക. അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ലൈഫ് കിട്ടും. സ്റ്റിച്ച് പൊട്ടാതെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കൂടുതൽ ആളുകൾ നമ്മളെ തിരഞ്ഞിങ്ങോട്ട് ചെറുതിക്ക് അന്വേഷിച്ച് വരേണ്ടതായി വരും. വേറെ ഇപ്പോൾ എവിടെ ഇല്ല, സ്റ്റിച്ച് ചെയ്യണ ആളുകൾ ഇല്ല എന്നുള്ളതാണ് അറിവ്. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് കളിക്കുക. മൗത്തിലേക്ക് വരുന്നത് നമ്മൾ അടിക്കുന്ന പിന്ന്, ഇതിപ്പോൾ നമ്മൾ ചൈന പിന്നാണ്, ചെറിയ ടൈപ്പാണ്. ഇതാകുമ്പോൾ നമ്മൾ ഫുട്ബോളിൽ ഹെയർ അടിക്കാൻ ഉപയോഗിക്കുക. മറ്റ് വണ്ണം കൂടിയ സൈക്കിൾ പമ്പ് പോലത്തെ പിന്നുകളുണ്ട്. അത് അടിക്കുമ്പോൾ ഇതിൻ്റെ മൗത്ത് അതിൻ്റെ ഉള്ളിലത്തെ സാധനം പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇതാകുമ്പോൾ മാർദ്ദമായി കയറി ചെല്ലും. മറ്റ് കനം കൂടുന്തോറും അവിടെ മൗത്തിൻ്റെ ഉള്ളിൽ ഉറച്ചിൽ വന്നാൽ മൗത്തിലേക്ക് വരും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ ബ്ലാഡർ പുതിയത് റീസെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ.